നിങ്ങൾക്കറിയാമോ, തിരുവെഴുത്ത് വായിക്കുമ്പോൾ ദൈവം ആദത്തിന് കൊടുത്ത ആദ്യ ഡ്യൂട്ടിയിൽ ഒന്നായിരുന്നു ഈ ഭൂമുഖത്തുള്ള സകലത്തിനും പേരിടുക. ഈ പുള്ളിയോ പള്ളിക്കൂടത്തിൽ പോലും പോയിട്ടില്ല. ഇനി ഒരു പള്ളിക്കൂടത്തിൽ പോയി പഠിച്ച് പേരിടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് പള്ളിക്കൂടം ഉണ്ടോ? അന്ന് പള്ളിക്കൂടവും ഇല്ല. പിന്നെ ആര് ആ ഈ ഉ അല്ലെങ്കിൽ ABCD പഠിപ്പിക്കും? അപ്പോൾ തനിക്ക് ഇത് ഒരു ആക്സസും ഇല്ല. പിന്നെ എങ്ങനെ താൻ ഇതിനെ പേരിടും? ഇതാണ് തിരിച്ചറിയണ്ടേ. അവിടെ മനുഷ്യന്റെ ജ്ഞാനം ദൈവമാണ്. മനസ്സിലായോ? കാരണം ഇപ്പോൾ ഇതാ നിങ്ങളുടെ പലരുടെയും കയ്യിൽ പേനയുണ്ട്. നിങ്ങൾ ആ പേന കൊണ്ട് എഴുതുന്നു, നിങ്ങളുടെ കൈയാണ് എഴുതുന്നത്. പക്ഷേ അതിൻ്റെ ജ്ഞാനം മുഴുവൻ ആരുടെയാണ്? കൈയുടെയാണോ തലയുടെയാണോ? തലയുടെ. അന്ന് മനുഷ്യന്റെ തല ദൈവമായിരുന്നു. തിരിച്ചറിയാൻ തലയുടെ ജ്ഞാനമാണ് അവയവത്തിലൂടെ വെളിപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിൽ ദൈവം നമ്മുടെ ജ്ഞാനമായി മാറുന്നു. തിരിച്ചറിയാൻ പഠിക്കേ. ദൈവമാണ് നമ്മുടെ തല ക്രിസ്തുവിൽ, ക്രിസ്തു നമ്മുടെ തല, ക്രിസ്തുവിന്റെ തല ദൈവം.